ഹലോ എവരിവൺ. കഴിഞ്ഞ ദിവസം നമ്മൾ ആനിമൽ സെൽസിനെ കുറിച്ചൊക്കെയാണ് പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആനിമൽസിലെ ടിഷ്യൂസിനെ കുറിച്ചാണ്, അതായത് ജന്തുകലകൾ, ആനിമൽ ടിഷ്യൂസ്. അപ്പൊ ഈ ആനിമൽസിനകത്തിലും എന്തുകൊണ്ട് സെൽസ് കൂടിച്ചേർന്ന് ടിഷ്യൂസ് അല്ലെങ്കിൽ കലകൾ രൂപപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ടിഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആനിമൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആനിമൽ ടിഷ്യൂസ് ആർ കമ്പോസ്ഡ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ് പെർഫോമിംഗ് വേരിയസ് ഫങ്ഷൻസ്. അതായത് വിവിധതരം ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഒരുപോലെയുള്ള ഒരു കൂട്ടം കോശങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത് ആനിമൽ ടിഷ്യൂസ്. അതായത് ആനിമൽസിനകത്തിൽ, ജന്തുക്കളിൽ ഒരേപോലെയുള്ള ഒരു കൂട്ടം കോശങ്ങൾ, അവരുടെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഇങ്ങനെ വേരിയസ് ഫങ്ഷൻസ് നിർവഹിക്കുന്ന ഒരു കൂട്ടം ഒരുപോലെയുള്ള സെൽസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് ആനിമൽ ടിഷ്യൂസ് അല്ലെങ്കിൽ ജന്തുകലകൾ. അപ്പൊ ആനിമൽ ടിഷ്യൂസ് കമ്പോസ്ഡ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് പെർഫോമിംഗ് വേരിയസ് ഫങ്ഷൻസ്. വിവിധ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഒരുപോലെയുള്ള ഒരു കൂട്ടം കോശങ്ങളെയാണ് ജന്തുകലകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ആനിമൽ ടിഷ്യൂസ് അല്ലെങ്കിൽ ജന്തുകലകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആനിമൽ ടിഷ്യൂസ് ആർ ഓഫ് 4 ടൈപ്സ്. അതായത് ജന്തുകലകൾ 4 തരത്തിലാണുള്ളത്. എപ്പിത്തീലിയൽ ടിഷ്യൂ അല്ലെങ്കിൽ ആവരണകല, കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ സംയോജക കല, മസിൽ ടിഷ്യൂ പേശീകല, ന്യൂറൽ ടിഷ്യൂ അല്ലെങ്കിൽ നാഡീകല. അപ്പൊ ഇങ്ങനെ 4 ടിഷ്യൂസ് ആണ് ആരിലുള്ളത്, ആനിമൽസ് അല്ലെങ്കിൽ ജന്തുക്കളിലുള്ളത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂ അല്ലെങ്കിൽ ആവരണകല. അപ്പൊ ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ അല്ലെങ്കിൽ ആവരണകല എന്ന് പറയുന്ന ആ പേരിൽ തന്നെയുണ്ട് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ സർഫസ് ഓഫ് അവർ ബോഡി ആൻഡ് ഇന്റേണൽ ഓർഗൻസ്. ശരീരത്തിന്റെ പ്രതലത്തെയും അതുപോലെ തന്നെ ഇന്റേണൽ ഓർഗൻസ്, ആന്തര അവയവങ്ങളെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്ത്, അതായത് കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന, ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന കലകളാണ് ഏതെന്ന് പറയുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂസ്. ഇറ്റ് ഹെൽപ്സ് ദ അബ്സോർപ്ഷൻ ഓഫ് വേരിയസ് സബ്സ്റ്റൻസസ്. അതായത് പലതരത്തിലുള്ള പദാർത്ഥങ്ങളുടെ ആഗിരണത്തിന് സഹായിക്കുന്നു. നമ്മുടെ ബോഡിയിലേക്ക് എന്തെങ്കിലുമൊക്കെ പദാർത്ഥങ്ങൾ, അതായത് ഇന്റേണൽ ഓർഗൻസിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പദാർത്ഥങ്ങൾ പോകണമെങ്കിൽ ആ പദാർത്ഥങ്ങളുടെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആഗിരണത്തിനും എന്ത് സഹായിക്കുന്നുണ്ട്, എപ്പിത്തീലിയൽ ടിഷ്യൂ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ദ പ്രൊഡക്ഷൻ ഓഫ് സെക്രീഷൻസ് ലൈക്ക് മ്യൂക്കസ്. അതായത് ശ്ലേഷ്മം പോലെയുള്ള സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും എന്ത് സഹായിക്കുന്നു, എപ്പിത്തീലിയൽ ടിഷ്യൂസ് സഹായിക്കുന്നു. അപ്പൊ ആനിമൽ ടിഷ്യൂസിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്, എപ്പിത്തീലിയൽ ടിഷ്യൂ അല്ലെങ്കിൽ ആവരണകലയാണ്. ഇതെന്ന് പറയുന്നത് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ സർഫസ് ഓഫ് ദ ബോഡി ആൻഡ് ഇന്റേണൽ ഓർഗൻസ്. അതായത് ശരീരത്തിന്റെ പ്രതലത്തെയും അതുപോലെ തന്നെ ആന്തര അവയവങ്ങളെയും ആവരണം ചെയ്ത് സംരക്ഷിക്കുന്നു. ദെൻ ഇറ്റ് ഹെൽപ്സ് ദ അബ്സോർപ്ഷൻ ഓഫ് വേരിയസ് സബ്സ്റ്റൻസസ്. വിവിധങ്ങളായ പദാർത്ഥങ്ങളുടെ ആഗിരണത്തിന് സഹായിക്കുന്നു. ദെൻ ഇറ്റ് ഹെൽപ്സ് ദ പ്രൊഡക്ഷൻ ഓഫ് സെക്രീഷൻസ് ലൈക്ക് മ്യൂക്കസ്. ശ്ലേഷ്മം പോലെയുള്ള സ്രവങ്ങളുടെ ഉൽപാദനത്തിനും സഹായിക്കുന്നു. ദെൻ അടുത്തതെന്ന് പറയുന്നത് കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ സംയോജക കല. ഇറ്റ് പ്രൊവൈഡ്സ് സപ്പോർട്ട് ടു വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. അതായത് ശരീരത്തിലെ വിവിധ ഭാഗങ്ങൾക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ താങ്ങൊക്കെ നൽകാനായിട്ട് എന്ത് സഹായിക്കുന്നു, കണക്റ്റീവ് ടിഷ്യൂ സഹായിക്കുന്നു. ദെൻ അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഇറ്റ് കണക്ട്സ് വേരിയസ് പാർട്സ് ടുഗദർ. അതായത് വിവിധ ഭാഗങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാനും എന്ത് സഹായിക്കുന്നുണ്ട്, കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ സംയോജക കല. ദെൻ അതുപോലെ തന്നെ നമ്മളുടെ ബ്ലഡ്, ബോണ്, ഫൈബ്രസ് ടിഷ്യൂ അല്ലെങ്കിൽ നാരുകല തുടങ്ങിയവയൊക്കെ ഏതിന് എക്സാമ്പിൾ ആണ്, കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ സംയോജക കലയ്ക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ സെക്കൻഡ് ടൈപ്പ് ഓഫ് ആനിമൽ ടിഷ്യൂ എന്ന് പറയുന്നത് ഏതാണ്, കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ സംയോജക കലയാണ്. ഇതെന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് സപ്പോർട്ട് ടു വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. ശരീരത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങൾക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ താങ്ങ് നൽകാൻ സഹായിക്കുന്നു. ദെൻ ഇറ്റ് കണക്ട്സ് വേരിയസ് പാർട്സ് ടുഗദർ. അതായത് ശരീരത്തിലെ വിവിധ ഭാഗങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ബോൺസ്, അസ്ഥി, ബ്ലഡ്, രക്തം, അതുപോലെ തന്നെ ഫൈബ്രസ് ടിഷ്യൂ, നാരുകല തുടങ്ങിയവയെല്ലാം കണക്റ്റീവ് ടിഷ്യൂസിന് എക്സാമ്പിൾ ആണ്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് മസിൽ ടിഷ്യൂ അല്ലെങ്കിൽ പേശികല. അതായത് നമ്മുടെ ബോഡിയിലെ മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷൻ, ചലനത്തിനും സഞ്ചാരത്തിനും സഹായിക്കുന്ന ടിഷ്യൂസ് ആണ് ഏതെന്ന് പറയുന്നത് മസിൽ ടിഷ്യൂ അല്ലെങ്കിൽ പേശികല. അതായത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാവിധങ്ങളായിട്ടുള്ള ചലനങ്ങളും അതുപോലെ തന്നെ സഞ്ചാരവും ഇല്ലേ, ലോക്കോമോഷൻ, ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് മസിൽ ടിഷ്യൂ അല്ലെങ്കിൽ പേശികലയാണ്. ഈ മസിൽസിലുള്ള സെൽസിന് ദേ ആർ കേപ്പബിൾ ഓഫ് കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ. അതായത് മസിൽസിലുള്ള സെൽസ് എന്ന് പറയുന്നത് എന്തിനു കഴിവുള്ളവയാണ്, സങ്കോചിക്കാനും അതുപോലെ തന്നെ പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ളവയാണ്. എവിടെയുള്ള സെൽസ്, ഈ മസിൽ ടിഷ്യൂസ് അല്ലെങ്കിൽ പേശികലയിലുള്ള സെൽസ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്തിനുള്ള എബിലിറ്റി അല്ലെങ്കിൽ കഴിവുണ്ട്, അതായത് കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ, സങ്കോചിക്കാനും പൂർവ്വസ്ഥിതിയിലാകാനുമുള്ള കഴിവ് ഇവിടെയുള്ള സെൽസിനുണ്ടാകും. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ മൂവ്മെന്റിനും ലോക്കോമോഷനും എന്ത് സഹായിക്കുന്നത്, മസിൽസ് സഹായിക്കുന്നത്. അപ്പൊ മസിൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷൻ, അതായത് ചലനത്തിനും സഞ്ചാരത്തിനും സഹായിക്കുന്നു. ദ സെൽസ് പ്രസന്റ് ഇൻ മസിൽ ടിഷ്യൂസ് ആർ കേപ്പബിൾ ഓഫ് കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ. അതായത് പേശികലയിലുള്ള കോശങ്ങൾക്ക്
സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനുമുള്ള കഴിവുണ്ട്. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ന്യൂറൽ ടിഷ്യൂ അല്ലെങ്കിൽ നാഡീകല എന്ന് പറയും. അതായത് ഇമ്പൾസസിന്റെ ട്രാൻസ്മിഷന് ഹെൽപ്പ് ചെയ്യുന്നു. ഇമ്പൾസസ് അല്ലെങ്കിൽ ആവേഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളെയെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കമാണ് അല്ലെ. നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമൊക്കെ മെസ്സേജസ് അല്ലെങ്കിൽ സന്ദേശങ്ങൾ, അതിനെയാണ് ഇമ്പൾസസ് അല്ലെങ്കിൽ ആവേഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇമ്പൾസസ് അല്ലെങ്കിൽ മെസ്സേജസ് ബ്രെയിനിലേക്കൊക്കെ പോകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ന്യൂറൽ ടിഷ്യൂ ആണ്. അപ്പൊ ന്യൂറൽ ടിഷ്യൂ അല്ലെങ്കിൽ നാഡീകല എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, അതായത് എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാനും ഏകോപിപ്പിക്കാനും കഴിവുള്ള ടിഷ്യൂസ് ആണ് ഏതെന്ന് പറയുന്നത് ഈ ന്യൂറൽ ടിഷ്യൂസ് അല്ലെങ്കിൽ നാഡീകല. ഇവര് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് പോസിബിൾ ആക്കി മാറ്റുന്നു. അതായത് ശരീരത്തിലൂടെയുള്ള ആവേഗങ്ങൾ അല്ലെങ്കിൽ സന്ദേശങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാൻ, അതായത് സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനൊക്കെ ആര് സഹായിക്കുന്നുണ്ട്? ഈ ന്യൂറൽ ടിഷ്യൂ അല്ലെങ്കിൽ നാഡീകല. അപ്പം ചുരുക്കത്തിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ആക്ടിവിറ്റീസിനെയൊക്കെ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുക, അതായത് നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ആരാണ്? ന്യൂറൽ ടിഷ്യൂ അല്ലെങ്കിൽ നാഡീകലയാണ് അല്ലെ. അപ്പൊ ഈ ന്യൂറൽ ടിഷ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിൽ നിന്നും ഒക്കെ മെസ്സേജസ് അല്ലെങ്കിൽ ഇമ്പൾസസ് ഒക്കെ ബ്രെയിനിലേക്കും അവിടെ നിന്ന് തിരിച്ച് ബോഡി പാർട്സിലേക്കും ഒക്കെ എത്തണം. അപ്പൊ അതിനൊക്കെ സഹായിക്കുന്ന എന്താണ്? ന്യൂറൽ ടിഷ്യൂ അല്ലെങ്കിൽ നാഡീകലയാണ്. അപ്പൊ ഇങ്ങനെ 4 ടൈപ്സ് ഓഫ് ആനിമൽ ടിഷ്യൂസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ അല്ലെങ്കിൽ ആവരണകല, കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ സംയോജക കല, മസിൽ ടിഷ്യൂ അല്ലെങ്കിൽ പേശികല, ന്യൂറൽ ടിഷ്യൂ അല്ലെങ്കിൽ നാഡീകല. ഇനി ഇത് കൂടാതെ നമ്മുടെ ബോഡിയിൽ ചില സെൽസ് ഉണ്ട്. ആ സെൽസിനെ വിളിക്കുന്ന പേരാണ് സ്റ്റെം സെൽസ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ വിത്തുകോശങ്ങൾ. അപ്പൊ ഈ സ്റ്റെം സെൽസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ഹാവ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസ്. അതായത് പലതരത്തിലുള്ള സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള സെൽസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സ്റ്റെം സെൽസ് അല്ലെങ്കിൽ വിത്തുകോശങ്ങൾ എന്ന് വിളിക്കും. അതായത് ഈ സ്റ്റെം സെൽസിന് എന്ന് പറയുന്നത് പലതരത്തിലുള്ള സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ രക്തകോശങ്ങള്, മസിൽ സെൽസ് അല്ലെങ്കിൽ പേശി കോശങ്ങള്, ന്യൂറൽ സെൽസ് അല്ലെങ്കിൽ നാഡീ കോശങ്ങള്. അപ്പൊ ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളവയാണ് ഏതെന്ന് പറയുന്നത്? സ്റ്റെം സെൽസ്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളത് കൊണ്ട് ഈ സ്റ്റെം സെൽസിനെ മാസ്റ്റർ സെൽസ് അല്ലെങ്കിൽ മാസ്റ്റർ കോശങ്ങൾ എന്നും അറിയപ്പെടുന്നു. അപ്പൊ എന്താണ് സ്റ്റെം സെൽസിന്റെ പ്രത്യേകത? They can produce different types of cells like blood cells, nerve cells, മസിൽ സെൽസ് എക്സെട്ര. അപ്പൊ ഇങ്ങനെ ഒരു എബിലിറ്റി ഉള്ളത് കൊണ്ട് ഈ സെൽസിനെ എന്തെന്ന് വിളിക്കും? മാസ്റ്റർ സെൽസ് അല്ലെങ്കിൽ മാസ്റ്റർ കോശങ്ങൾ എന്ന് വിളിക്കും. ഇവയെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പുതിയ ടൈപ്പ് സെൽസ് ഫോം ചെയ്യാനും അതുപോലെ തന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള സെൽസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ റീപ്ലേസ് ചെയ്യണം. അതായത് എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ പറ്റിയിട്ടുള്ള സെൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ എന്ത് ചെയ്യുക? അതായത് പരിക്ക് പറ്റിയ കോശങ്ങളെയൊക്കെ മാറ്റുക. അതുപോലെ തന്നെ ടിഷ്യൂസിനെയൊക്കെ ഹെൽത്തി ആയിട്ട്, അതായത് ആരോഗ്യമുള്ള ടിഷ്യൂസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നവയാണ് ഏതെന്ന് പറയുന്നത്? സ്റ്റെം സെൽസ് അല്ലെങ്കിൽ വിത്തുകോശങ്ങൾ. അപ്പൊ ഈ സ്റ്റെം സെൽസിനെ കുറിച്ചുള്ള റിസർച്ച് ഒക്കെ വളരെയധികം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റെം സെൽസിന് മറ്റ് ടിഷ്യൂസിനെ ഒക്കെ നിർമ്മിക്കാൻ കഴിവുള്ളത് കൊണ്ട് നമ്മളിപ്പോ ബ്ലഡ് വെസൽസ് ഒക്കെ ഏതിൽ നിന്ന് നിർമ്മിക്കാറുണ്ട്? അതായത് രക്തക്കുഴലുകളൊക്കെ ഈ സ്റ്റെം സെൽസിൽ നിന്ന് നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലുമൊക്കെ പുതിയ സെൽസ് വേണമെന്നുണ്ടെങ്കിൽ ഇല്ലേ, അതായത് ഏതെങ്കിലും ബോഡി പാർട്സ് ഒക്കെ നഷ്ടപ്പെടുകയോ എന്തെങ്കിലുമൊക്കെ ഡാമേജ് പറ്റുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റെം സെൽസിൽ നിന്നും ആ പാർട്സ് ഒക്കെ നിർമ്മിച്ചെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് ഇല്ലേ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് സ്റ്റെം സെൽസിൽ നിന്നും പുതിയ പാർട്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയട്ടെ ഇല്ലേ. അതായത് നമ്മുടെ ആരോഗ്യ രംഗത്തിന് വളരെയധികം ഒരു മുതൽക്കൂട്ടായിരിക്കും. അപ്പൊ എന്തെങ്കിലുമൊക്കെ തകരാറൊക്കെ സംഭവിച്ചിട്ടുള്ള ഓർഗൻസ് അല്ലെങ്കിൽ അവയവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ സ്റ്റെം സെൽസിൽ നിന്ന് നിർമ്മിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യ രംഗത്ത് അത് വളരെ വലിയൊരു പ്രോഗ്രസ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇത്രയേ ഉള്ളൂ സ്റ്റെം സെൽസിനെ കുറിച്ച് പറയാൻ. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളുടെ ചുറ്റുപാടിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. അപ്പൊ ഈ ജീവജാലങ്ങളുടെ എല്ലാം ശരീരത്തിൽ വിവിധങ്ങളായിട്ടുള്ള ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇനി ഈ ജീവജാലങ്ങളെ എല്ലാം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെയൊന്നും അല്ല ഇല്ലേ. അതായത് പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത മൈക്രോ ഓർഗാനിസം സൂക്ഷ്മജീവികളുണ്ട്. ഇനി പ്ലാന്റ്സിനെ നോക്കിയാൽ തന്നെ എല്ലാ പ്ലാന്റ്സും ഒരുപോലെയല്ല. ആനിമൽസ് തന്നെ, ആനിമൽസ് എന്ന് പറയുന്ന ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആനിമൽസ് ഉണ്ട്. അപ്പൊ ഈ ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഡിഫറെന്റ് ആണ്. അപ്പൊ എന്നാൽ തന്നെ അപ്പൊ പുറമേയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറൻസ് ഉണ്ടെങ്കിലും ഇവരെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെൽസ് കൊണ്ടാണ് അല്ലെ. അപ്പൊ എല്ലാ ജീവജാലങ്ങളുടെയും ബേസിക് യൂണിറ്റ്, ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലാണ്. അതായത് ജീവന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? സെൽസ് അല്ലെങ്കിൽ കോശങ്ങൾ തന്നെയാണ്.
അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ 3rd ചാപ്റ്റർ. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ എടുക്കാം. താങ്ക്